ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം മണാലി പോയിട്ട് ഒരു നവംബറൊക്കെ ആയി കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞു കേട്ടോ. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിടുന്നത്. എന്നാലും ഇത് അവിടെ ഇരിക്കട്ടെ, ഒരു ഓർമ്മയ്ക്കായിട്ട്. കുറേ കാലം കഴിഞ്ഞാലും കാണാമല്ലോ, ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഇനി പോണത് റിവർ റാഫ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ബസ്സിൽ ഞങ്ങൾ വിശക്കുന്നുണ്ടായിരുന്നു, ഓരോരുത്തർ സ്നാക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളങ്ങനെ കഴിച്ചുകൊണ്ട് പോവാണ്. റിവർ ഞങ്ങൾ പോയിട്ട് വരാം. പല്ലിനോട് കടിക്കരുതെന്ന് പറയണ്ട, പക്ഷെ കൂട്ടിരിക്കുക. ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ഓരോ ഗ്രൂപ്പൊക്കെ ആയി ഞങ്ങൾ റിവർ റാഫ്റ്റിംഗ് ചെയ്യുന്നിടത്തേക്ക് പോവാണ്. ഇത് അത്ര ദൂരത്തേക്കൊന്നും അങ്ങനെ പോകണില്ല. ഓരോരുത്തരും ഓരോ പ്രൈസായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പിന്നെ ഞാനാണെങ്കിൽ ചെരുപ്പ് എക്സ്ട്രാ കയ്യിലെടുത്തിട്ടില്ലേന്, അപ്പം ഷൂ ഇട്ടിട്ടാണ്, അത് ആകെ പണിയായി. അപ്പം ഞങ്ങളെല്ലാവരും റിവർ റാഫ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഓരോരുത്തർ ഞങ്ങൾക്ക് ജാക്കറ്റും കാര്യങ്ങളൊക്കെ തന്നു, ഹെൽമെറ്റൊക്കെ തന്നു. അവർ തന്നെ ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുത്ത് തന്നു. അവർ തന്നെയായിരുന്നു വീഡിയോ ഗോപ്രോയിൽ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവരെടുത്ത് തന്നിട്ടുള്ള വീഡിയോ ഒട്ടും ക്ലിയർ ഇല്ല. ഇനി എന്താ പറയുക, ഒന്നാമത് നല്ല മഞ്ഞ് പോലെ ഉള്ളതുകൊണ്ട്, മഞ്ഞുള്ളതുകൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നൊന്നുമില്ല. മണാലിയിൽ വന്നു കഴിഞ്ഞാൽ ഈ റിവർ റാഫ്റ്റിംഗ് ചെയ്യാതെ പോവരുത്, നിങ്ങൾക്ക് മിസ്സാവും. എന്തായാലും ഇത് ചെയ്യണം. എന്താ പറയുക, നമ്മൾ മറ്റ് ആക്ടിവിറ്റീസൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഞാൻ വളരെയധികം എൻജോയ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. മഞ്ഞ് കണ്ടിട്ട് ആകാംക്ഷ കഴിഞ്ഞാൽ അടുത്തത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ റിവർ റാഫ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. റാഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അപാര തണുപ്പാട്ടെ. നല്ല തണുത്ത വെള്ളമല്ലേ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ചൂടൊക്കെ പിടിച്ച് അവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ചായയൊക്കെ മേടിച്ച് കുടിച്ചു. ഞങ്ങൾക്ക് ഷിബു സാർ ഒരു ചായയൊക്കെ മേടിച്ച് തന്ന്. അപ്പം ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് നല്ലതായിട്ട് ചൂടൊക്കെ കൊണ്ട് അവിടെ തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ നിന്നൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ. അപ്പം ഞങ്ങളുടെ മണാലിയിലെ ലാസ്റ്റ് ഡേ ആണിന്ന്. ഇന്നത്തെ ലാസ്റ്റ് ഡേ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡൊക്കെ കഴിച്ചിട്ടാണ്. അപ്പം എല്ലാവരും ഇതാ അവിടേക്ക് അകത്തേക്ക് പോകാൻ വേണ്ടി പോവാണ്. റെസ്റ്റോറൻറ്റ് പേരെന്താണെന്നുള്ളത് എനിക്ക് ക്ലിയർ ആയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പക്ഷേ ഇവിടുന്ന് നല്ല വ്യൂ ആണ് കേട്ടോ. താഴേക്ക് നോക്കി കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്ന കാണാം, വീടുകളൊക്കെ ഇങ്ങനെ തട്ടായിട്ട് നിൽക്കുന്നതൊക്കെ കാണാം. നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. പിന്നെ ഇവിടെ പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയതാണ്. എന്താ പറയുക, കോപ്പി ഇതായിട്ട് വരും, അതുകൊണ്ട് ഞാൻ പാട്ടൊക്കെ ഒഴിവാക്കിയതാണ്. അപ്പം ഒരങ്കിൾ അവിടെ ഇരുന്ന് പാട്ട് പാടുന്നുണ്ട്, അങ്കിളല്ല ഒരു ഏട്ടൻ അവിടെ ഇരുന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പം ആളും അത് ആസ്വദിച്ചിട്ട് തന്നെയാണ് പാട്ടൊക്കെ പാടണേ. പിന്നെ ഫുഡിന് ഉണ്ടായിട്ടുണ്ടായിരുന്ന ചപ്പാത്തി, അതുപോലെ ദാല്, കുറച്ച് വെജിറ്റബിൾസും പിന്നെ നമ്മുടെ സേമിയ പായസം പോലത്തെ എന്തൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ ദാൽ അടിപൊളിയാണ് കേട്ടോ. ദാല് മസ്റ്റ് ട്രൈ ആണ്, നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതുവരെ മണലിൽ വന്നിട്ട് എനിക്ക് ദാൽ ഇഷ്ടപ്പെടാണ്ടിരുന്നിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഫുഡായിരുന്നു. നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളതാ ഈ റെസ്റ്റോറൻറ്റ് ഒന്ന് വീഡിയോ എടുത്തെന്നുള്ളൂ. നൈറ്റ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എനിക്ക് നൈറ്റ് ട്രാവൽ ചെയ്യാൻ അല്ലെങ്കിൽ നൈറ്റ് പുറത്തിറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വീട്ടിലൊരു 6 മണി കഴിഞ്ഞ് ലേറ്റ് ആയി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് കോൾ വരും, എന്താ വരാത്തതെന്ന്, എന്താ നേരം വൈകിയെന്ന് കോൾ വരും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. എന്നാലും രാത്രി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു സമയത്ത് ഇവിടെ കാണാൻ നല്ല രസമാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ലൊരു തണുപ്പും എന്താ പറയുക, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ ജസ്റ്റ് റെസ്റ്റ് എടുക്കുകയാണ്. എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇനി ഇത് കഴിഞ്ഞാൽ നേരെ പോണത് ഡൽഹിയിലേക്കാണ്. ഡൽഹിയിൽ പോയിട്ട് നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ ഡൽഹിയിലും കാണുന്നുണ്ട്. എന്താ പറയുക, മാർക്കറ്റിലൊക്കെ പോകണം എന്നുള്ള പ്ലാനിലൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഡേ മണാലി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പോവാണ്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ സ്ഥലമൊക്കെ. പക്ഷെ മണാലിയിലേക്ക് ഇനിയൊരു യാത്ര ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു ഉത്തരം. ആ ഒരു ക്ലൈമറ്റും ഞാനായിട്ട് ഒട്ടും ഒത്തുപോകണില്ല. പക്ഷേ ഒരു പ്രാവശ്യമൊക്കെ വന്ന് ആസ്വദിച്ച് പോകാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഈ ഒരു ക്ലൈമറ്റ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും വരാം, എൻജോയ് ചെയ്യാം.
അപ്പോൾ ഞങ്ങളത് ഡൽഹിയിലേക്ക് പോവാണ്. അടുത്ത വീഡിയോസിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.